പിള്ളേരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ കാണൂല. നിങ്ങൾ ഉപയോഗിക്കും, ഞാൻ ഉപയോഗിക്കും, എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഉപയോഗിക്കും. ഇപ്പോൾ 50, 60, 70 വയസ്സുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും വരെ ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് അപ്ഡേറ്റുകൾ സക്കറെണ്ണം വന്നിട്ടുണ്ട്. സക്കറെണ്ണം കുറച്ച് അപ്ഡേറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇനി വെർട്ടിക്കൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. വെർട്ടിക്കൽ ഫോട്ടോ മീൻസ് നമ്മളൊരു ഫോൺ എടുത്തിട്ട് നമ്മൾ സെൽഫി എടുക്കൂലേ, ഇങ്ങനെയല്ല ഇങ്ങനെ, ആ സെൽഫീനെ അതേപടി തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇത്രയും നാൾ നിങ്ങൾക്ക് സമചതുരത്തിലും ദീർഘചതുരത്തിലുമാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് അത് 9:16 റേഷ്യോയിൽ അപ്ലോഡ് ചെയ്യാം. അതായത് സെൽഫി, അതായത് പോർട്രേറ്റ് മോഡിൽ, അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡല്ല, പോർട്രേറ്റ് ഓറിയന്റേഷനിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ സക്കറണ്ണൻ്റെ അപ്ഡേറ്റ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചില യൂട്യൂബേഴ്സും എല്ലാം സ്റ്റോറി ഇടുന്ന സമയത്ത് അവരുടെ ഒരു ഉടുപ്പിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നനയ്ക്കാതെ ഇട്ടിരുന്ന ആ ഡ്രസ്സ് ഏതൊക്കെയാണ്, നിങ്ങളത് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കൊടുക്കാറില്ലേ, അതിപ്പോൾ റീലിലും വന്നിട്ടുണ്ട്. ഇനി വൻ ബഹളങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു റീലിൻ്റെ അകത്ത് കുറേ കോപ്രായത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതേ കോപ്രായത്തരം നിങ്ങൾക്കും കാണിക്കാൻ പറ്റും റീലിൻ്റെ അകത്ത്. ജസ്റ്റ് ആഡ് യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബട്ടൺ അമർത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു അപ്ഡേറ്റ്. പലർക്കും ഇതേപോലത്തെ ഇൻസ്റ്റഗ്രാമിൻ്റെ അപ്ഡേറ്റുകളെ കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലെ പോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന പകുതി കൂടുതൽ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ്. അടുത്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. NFT ഇനി ഇൻസ്റ്റാഗ്രാമിൽ കൂടി വിൽക്കാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അതായത് നിങ്ങൾക്ക് NFT കളക്ഷൻ ഉണ്ട്, ആ NFT കളക്ഷൻ ഷോക്കേസ് ചെയ്യാനും, അതായത് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ കാണിക്കാനും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാനും വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റുന്ന ഒരു ഫീച്ചർ വരാൻ പോകുന്നുണ്ട്. ഇതെന്തായാലും ഈ വർഷം ലോഞ്ച് ആവില്ലായിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ റീലിലൊക്കെ കഷ്ടപ്പെട്ട് റീൽ ഉണ്ടാക്കുന്നവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ് കിട്ടുമില്ല എന്നുള്ളത്. ഈ US അമേരിക്കയിൽ അവർക്ക് മോണിറ്റൈസ്ഡ് ആണ് അവരുടെ അക്കൗണ്ട്. ചില വീഡിയോസിനും ചില റീലിനൊക്കെ അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റീലുകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്, വീണ്ടും കാണും. എത്ര തവണ നിങ്ങൾ കാണുന്നോ അതിനനുസരിച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടി സക്കറെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇത് US മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിടന്ന് സിമ്പിൾ കളിക്കുന്നവന്മാർക്കൊന്നും ഒന്നും കിട്ടാൻ പോണില്ല കേട്ടല്ലോ. ഇൻസ്റ്റഗ്രാമിൽ റീൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നാൽ നിങ്ങളൊരു റീല് റെഫറൻസിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവനെ പോലെ റീല് വേണം, ഇതേ എഫക്ട്സും ഇതേ പൊട്ടിത്തെറിയും ബഹളമൊക്കെ വേണം, അതേപടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ ടെംപ്ലേറ്റിനകത്ത് നിങ്ങളുടെ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി വന്ന ഫീച്ചറാണ്, പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ റീല് പോലെ നിങ്ങൾക്ക് ഒരു റീൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സേവ് ദിസ് ടെംപ്ലേറ്റ് ആൻഡ് യൂസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിങ്ങളുടെ വീഡിയോസൊക്കെ കുത്തിക്കയറ്റി ആ ഒരു റീല് പോലെ സിമിലർ ആയിട്ടുള്ളൊരു റീൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സക്കറെണ്ണം പറയുന്നത് പുതിയ റീലോളികൾക്ക് സ്വസ്വാഗതം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇനി വരാൻ പോകുന്നതും വന്നിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിൽ ഏതാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏണിങ്ങിൻ്റെ സാധനം ഇന്ത്യയിലും കൂടി വന്നിരുന്നെങ്കിൽ പൊളിച്ചേനെ. കുറേ നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞാൻ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ അതും പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ളതും ഒരുപാട് നല്ല റീൽ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു കൈത്താങ്ങാവുമായിരുന്നു ഈവൻ ഞാനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു ടെക്നോളജി വീഡിയോ അല്ല, അടുത്തൊരു ആപ്പ് സീരീസിൽ അടുത്ത ഇതേപോലുള്ള സക്കറണ്ണൻ്റെ കുറച്ച് കുൽസിത പ്രവർത്തികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. ഇതെല്ലാം പറയാനുണ്ടോ?